എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. അതുകൊണ്ട് ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഇത്ര വലിയൊരു സ്ഥാനത്താണ് ഇപ്പൊ ഈ ആർ ശ്രീലേഖ എന്ന് പറയുന്ന പഴയ IPS നിൽക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് BJPയുടെ. അങ്ങനെയുള്ള ഒരാളെ തീർച്ചയായിട്ടും ഒരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതായിരുന്നു. അതൊക്കെ വിചാരിച്ചാണ് കുറേ കാലം പോലീസിലും മറ്റൊക്കെ ഭരിച്ചിട്ടേ ആരെങ്കിലും ഭരിക്കാൻ നേരം പോലെ കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും CPMന്റെ നെഞ്ചത്തേക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ ഇവരൊന്ന് കയറാനൊക്കെ നോക്കിയത്. എന്തായാലും ഇപ്പോൾ BJP ഒരു ഗംഭീര പൊട്ടിത്തെറി നടന്നിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരത്തെ മേയർ സ്ഥാനം ഇവർക്ക് കിട്ടേണ്ടതായിരുന്നു എന്നർത്ഥം. ആ കിട്ടാത്തതിൽ വലിയ സങ്കടമുണ്ട് പാർക്ക് നമ്മുടെ ഈ ഒരു IPSകാരിക്ക്, പഴയ IPSകാരിക്ക്. എന്തായാലും ആ സങ്കടം നമുക്കൊന്ന് കേൾക്കാം. വാർഡില് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി 10 പേർക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്നതായിരുന്നു ആദ്യത്തെ കാര്യം. പിന്നെ എന്നെ മത്സരിക്കാനായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ 3 പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവർ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം, ഞാൻ എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ അപ്പൊ അതാണ് മേയറായിട്ട് പരിഗണിക്കുന്നവരെ പറഞ്ഞു. സത്യം പറഞ്ഞ മേയർ എന്ന് പറയുന്ന ഒരു പേരൊക്കെ എഴുതിയ സംഗതിയൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിരുന്നു. അതൊക്കെ പ്രിന്റ് അടിക്കി ഒരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരെ ക്ഷണിക്കുന്ന സമയത്ത് അതുവരെ രാഷ്ട്രീയമൊന്നും ഇല്ലാതെ വെറുതെ കുടുംബത്ത് കുത്തിരിക്കുകയായിരുന്നു. നന്നായിട്ടൊക്കെ പോലീസ് സേനയിലൊക്കെ വിഹരിച്ച ഒരാളാണ്. അപ്പോൾ വീട്ടിലിങ്ങനെ കുത്തിരിക്കുമ്പോഴാണ് വന്ന് വിളിക്കുന്നത്, നിങ്ങൾ മത്സരിക്കണം. ഇപ്പം അങ്ങനെ ഉണ്ട്. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ സ്ഥാനം കൊടുക്കാറുണ്ട്, അവർക്ക് വലിയ വലിയ പദവി കൊടുക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് പദവി കൊടുത്തിട്ട് ഇപ്പം ഞങ്ങൾ കുടുങ്ങി കിടക്കുകയാണ്, സുരേഷ് ഗോപി എന്ന അദ്ദേഹത്തിൻ്റെ പേര് എന്നൊക്കെയുള്ള ഇതിലൊക്കെ ഇവരെ പറഞ്ഞിങ്ങനെ ഒപ്പിച്ച് വരികയായിരുന്നു. ഇവരോട് എന്തായാലും മേയർ ആക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. സങ്കടമുള്ള കാര്യമാണ്. എന്തായാലും കേട്ടോക്കാം. പരിചയമുള്ള, കോർപ്പറേഷനിൽ ഇരുന്നിട്ടുള്ള, അനുഭവ സമ്പത്തുള്ള, എന്നെക്കാളും എനിക്ക് 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ പാർട്ടിയിൽ. അപ്പോൾ കുറച്ചും കൂടെ 30 വർഷത്തോളം പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം എന്നൊരു ചർച്ച ഉയർന്നു വന്നപ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കുമായിരുന്നു. അതിനകത്ത് എനിക്ക് നിരാശയോ നീരസമോ ഒന്നുമില്ല. ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതാണത്. ഇങ്ങനെ ഒരു പരിഗണന ആദ്യം ഉണ്ടായിരുന്നു, അത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഇവർ പറയുന്നതിൽ ഒരു വ്യക്തത ഇല്ല. കാരണം ഇവരെന്നെ പറയുന്നത് ഇവരൊക്കെ അതൊക്കെ അറിയാമായിരുന്നു, പിന്നെ അത് ഒഴിവാക്കി എന്നൊക്കെ. പക്ഷേ പിന്നീട് അവസാനം പറയുമ്പോൾ നീരസമൊന്നും ഇല്ല എങ്കിലും ഉള്ളിൽ സങ്കടം ഉണ്ടിട്ട ആ ഒരു ഡയലോഗില്ല, അതൊക്കെ നമുക്ക് ഓർമ്മ വരുന്നു. എന്തായാലും ഇത് വളരെ മോശമായി പോയി, പരിഗണിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ മേയർ ആക്കുമെന്ന ഉറപ്പിൽ ആയിരുന്നു മത്സരിച്ചത്. ആദ്യഘട്ടം മത്സരിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം എതിർക്കാനാകില്ല എന്ന് ശ്രീലേഖ പറഞ്ഞു. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷന് നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം, കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. നേരത്തെ പറഞ്ഞിരുന്നത് 10 കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ BJPയുടെ സംസ്ഥാന. അപ്പൊ അതിന് 10 പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞ. അവസാനം ഞാൻ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും. അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും. എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കും ഒക്കെ എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. എനിക്ക് തോന്നുന്നു അപ്പൊ രാജേഷ് കുറച്ച് ബെറ്റർ ആയിട്ട് മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ആശാനാഥിന് കുറച്ചുകൂടെ നല്ലൊരു ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണെന്നാണ് എന്റെ കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. എനിക്കതിൽ തർക്കമില്ല. കാരണം എല്ലാം മാറാമല്ലോ. നമ്മുടെ രാഷ്ട്രീയമാകുമ്പോ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മാറാം. അപ്പൊ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോ നമുക്കതിനെ എതിർത്ത് നിന്നുകൊണ്ട് പോടാപ്പുല്ല എന്ന് പറഞ്ഞിറങ്ങി ഓടാൻ എനിക്ക് പറ്റില്ല. കാരണം എന്നെ ജയിപ്പിച്ച കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്തായാലും കൊള്ളാട്ടോ, പോടാപ്പുല്ല എന്തായാലും ഇവര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഉള്ളിൽ ഇവർക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? BJP നേതൃത്വം ഇവരൊക്കെ കൊണ്ടുവന്നത് തന്നെ നിങ്ങളെ മേയർ ആക്കാമെന്നു മുൻകൂട്ടി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. കാരണം പോലീസ് സേനയിലൊക്കെ വലിയ നേതൃസ്ഥാനത്തുള്ള ഒരാള് വെറും ഒരു സാധാരണ മെമ്പറായിട്ട് മാറുക. ഈ മെമ്പറുടെ ജോലി എന്താ? നമ്മൾ വിചാരിക്കും കൗൺസിലറുടെ ജോലി ഒരു വലിയ സെറ്റപ്പ് ജോലിയൊന്നും ഒരു ജോലിയില്ല. ഏതെങ്കിലും വീട്ടിലെ കിണറ്റിലൊരു പട്ടി വീണാൽ പോലും
അവിടെ അടക്കം പോകേണ്ടി വരും. അതാണ് സത്യം പറഞ്ഞ മെമ്പർമാരുടെ ജോലി. ഒരു അഴുക്ക ജോലി എന്നൊക്കെ പറയേണ്ടി വരും. എല്ലായിടത്തും ഓടിയെത്തണം, എല്ലാ കാര്യങ്ങളും നോക്കണം. കല്യാണം ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്തു അവിടെ പോയി നിൽക്കണം. അത് കഴിയുന്നവരെ, ഇൻക്വസ്റ്റ് കഴിയുന്നവരെ മെമ്പർ അവിടെ പോയി നിൽക്കേണ്ടി വരും. ഒരു പക്ഷേ ചിലപ്പോൾ കാവിൽ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ എടുക്കേണ്ടി വരും. അമ്മാതിരിപ്പെട്ടൊരു ജോലിയാണ്. അല്ലാതെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ഓഫീസും കെട്ടിയിട്ട് അവിടെ അങ്ങോട്ട് വിരിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ നടക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇത് ഇവരെന്തൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെന്നില്ല ഈ കാര്യത്തെക്കുറിച്ച്. എന്തായാലും ഇവർ ഒരെണ്ണത്തിൽ പറയുന്നത് ഇതൊക്കെ തനിക്ക് അറിയാമായിരുന്നു, താൻ അങ്ങനെ മാറ്റുന്നത് എനിക്ക് അറിയാമായിരുന്നു പറയുന്നത്. പക്ഷെ ഒരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ഇതൊന്നും അറിയില്ല, ഞാൻ അറിയാതെയാണ് മാറ്റിയെന്ന് പറയുന്നുണ്ട്. ഇതിലേതാ സത്യം എന്ന് ആയമോട് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തം ഉണ്ടാവില്ല. എന്തായാലും നിലവിലെ മേയറോട് ചോദിക്കുമ്പോൾ മേയർക്കൊരു ഉത്തരം വേണ്ടേ, നമുക്ക് കേട്ടോക്കാം. ഇന്നലെ ഇന്നുമായി ആർ ശ്രീലേഖ നടത്തുന്ന ചില പ്രതികരണങ്ങളാണ്. അതായത് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം തന്നെ മേയറാക്കാം എന്ന വാഗ്ദാനം തനിക്ക് നൽകിയാണ് മത്സരിപ്പിച്ചത്. അതിനുശേഷമാണ് അതിൽ നിന്ന് മാറിയത്. അതിന്റെ അതിർത്തി അവർ തുറന്നു പറയുകയാണ്. അങ്ങനെ ചില ഓൺലൈൻ വാർത്തകൾ വന്നതായിട്ട് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ രാവിലെ CM-ന്റെ ഒക്കെ അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ടും ഓഫീസിൽ ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു, അതുകൊണ്ട് തന്നെ ഡീറ്റെയിലേക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ ചില വാർത്തകൾ ഒന്നും പറയുന്നത് കേട്ടു. എന്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. ഏത് വിധത്തിലാണ് അവരെ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിലപ്പുറം അത് എൻ്റെ പഠിപ്പിടിമാരോട് ഞാൻ ചോദിച്ചു, അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ മുൻ വാർഡ് പൂജപ്പുര വാർഡിലായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഞാനൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവതരിപ്പിച്ച മുഖം ആർ ശ്രീലേഖയുടേതായിരുന്നു. അങ്ങനെയാണ് ബി.ജെ.പി. അധികാരത്തിലെത്തിയതെന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വാർത്ത എന്റെ പൊന്നു ശ്രീജേഷ്, ഈ വാർത്തക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. ഇവര് മാത്രം സംഗതി കേട്ടിട്ടില്ല എന്നാണ്. ഇദ്ദേഹത്തിന് അതിനൊന്നും പറയാൻ കഴിയില്ല. ഇദ്ദേഹത്തെ കുറ്റം കൊണ്ട് കാര്യമില്ലേ. വെറുതെ ഈ ഒരു പാവം മനുഷ്യനെ നമ്മൾ എന്തിനാ കുറ്റം പറയുന്നത്? അദ്ദേഹത്തിന് അത് അറിയാം, ഇദ്ദേഹം അടക്കമുള്ള ആളുകൾക്ക് അറിയാം. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തന്നെയാണ് മേയർ സ്ഥാനം കിട്ടണമെന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് കേട്ടോ. കാരണം എത്ര കാലമായി ബി.ജെ.പിയിൽ ഈ മനുഷ്യനൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു മേയർ സ്ഥാനമെങ്കിലും ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിനൊക്കെ അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കൊടുത്തിട്ടില്ലെങ്കിലേ നന്ദി കേടാവുള്ളൂ. അല്ല, അപ്പോൾ തലേ ദിവസം ജോലിയും കഴിഞ്ഞിട്ട് റിട്ടയർഡ് ആയപ്പോൾ പിന്നീട് എന്താ പറയുക പാർട്ടിക്ക് കയറി വന്ന ആളുകൾക്കൊക്കെ വലിയ വലിയ സ്ഥാനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമല്ലേ? എന്തായാലും കേൾക്കാം. ആ ഓൺലൈനിൽ പറയുന്ന വാർത്ത ഞങ്ങൾ കേട്ടില്ല. ഓൺലൈൻ അല്ല, എല്ലാ വാർത്തയിലും ഉണ്ട്. ഞാൻ ആ വാർത്ത കേട്ടിട്ട് വീണ്ടും നമ്മൾ കാണുമല്ലോ. പാർട്ടിയുടെ സിസ്റ്റം അതാണോ? ഞാൻ പറയുന്നത് മേയറാക്കാം, നിങ്ങൾ നേരത്തെ മേയറാക്കാമെന്ന് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണോ പാർട്ടി മത്സരരംഗത്ത്? അങ്ങനെ പറയുന്ന ഓൺലൈൻ വാർത്ത ഞാൻ കേട്ടതിന് ശേഷം നമ്മൾ ഇന്നോ നാളെയൊക്കെ തന്നെ വീണ്ടും കാണുമല്ലോ. നിരന്തരമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് പാർട്ടിക്ക് കോർപ്പറേഷന്റെ ഭരണസമിതിക്ക് അല്ല, കോർപ്പറേഷന്റെ ഭരണം കഴിഞ്ഞ 7-8 ദിവസമായിട്ടുള്ള ഭരണകാര്യങ്ങൾ, അതിലുള്ള ഇടപെടലുകൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും നല്ല. ഇപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചോദിക്കുന്ന രീതികള് ഇയാൾക്ക് ഓൺലൈൻ വാർത്ത എന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ വാർത്ത ഒന്നുമല്ല, എല്ലാ പത്രമാധ്യമങ്ങളും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എങ്ങനെയൊക്കെ ഓൺലൈൻ വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് തടി തപ്പുള്ള ഏർപ്പാടാണ്. എന്തായാലും ഇത് ബി.ജെ.പി. ഒരു ഗംഭീര പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറെക്കാലമായിട്ട് അധ്വാനിച്ചു വരുന്ന ആളുകൾക്ക് വേണോ സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടത്? അതോ തലേ ദിവസം സിനിമയെന്നോ അല്ലെങ്കിൽ തലേ ദിവസം വേറെ റിട്ടയർഡ് ആയിട്ട് വീട്ടിൽ കുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി വരുന്ന ആളുകൾക്ക് ആണോ ബി.ജെ.പി. സ്ഥാനങ്ങൾ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ അതല്ല, നിങ്ങൾ നിങ്ങളെ മേയറാക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് മുൻകൂട്ടി പറഞ്ഞിട്ടാണോ? എന്താണ് ബി.ജെ.പിയുടെ സിസ്റ്റം എന്ന ഒരു പിടുത്തമൊന്നുമില്ല. എന്തായാലും ശ്രീലേഖയ്ക്ക് ഭയങ്കര അതൃപ്തിയുണ്ട്. കാരണം ഒരു വെറും മെമ്പറായിരിക്കുക എന്ന് പറയുന്ന ഒരു വെറും മെമ്പർ അല്ലേ, എന്താ പറയുക, എല്ലാ വീട്ടിലും കയറി ഇറങ്ങുന്ന, എല്ലാ പ്രശ്നങ്ങൾക്ക് ഇടപെടുന്ന, മരണത്തിലും കല്യാണത്തിലും പട്ടി വെറ്റാലും പട്ടി കിണറ്റി വീണാലും ഇന്ന് വേണ്ട എല്ലാ നുള്ളിലും നുറുങ്ങിലും പോയിട്ട് അവിടെയൊക്കെ മുഴുവൻ കാവലെടുക്കേണ്ട ഒരു ഗതികേട് അവസ്ഥയിലേക്ക് താൻ മാറുമല്ലോ അല്ലേ? ഒരു ഗംഭീര പൊസിഷനിലൊക്കെ നിന്നിട്ട് എല്ലാവരും നിയന്ത്രിച്ചിരുന്ന ഒരാളാണ്. അവർ പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ടു എർത്തിലേക്കൊക്കെ മാറുന്ന പറഞ്ഞാൽ ചില ആളുകൾക്ക് സഹിക്കാൻ കഴിയില്ല. അവരെ കൊണ്ട് കാര്യമില്ല. ബൈ.